ആധുനിക ഇന്ത്യയുടെ പരിസ്ഥിതി നയങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് മാധവ് ഗാഡ്ഗിൽ. പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിയുടെ അധ്യക്ഷനായിരുന്ന മാധവ് ഗാഡ്ഗിലിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം വികസനത്തിന്റെ പേരിൽ മലനിരകളെ മാന്തിപ്പൊളിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഗാഡ്ഗിൽ പ്രവാചക തുല്യമായ ഉൾക്കാഴ്ചയോടെ മുന്നറിയിപ്പ് നൽകി. മാധവ് ഗാഡ്ഗിൽ എന്നത് ഒരു വ്യക്തിയല്ല, മറിച്ച് പ്രകൃതിക്ക് വേണ്ടിയുള്ള ഒരു നിലവിളിയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ സഖിന്റെ കാവലാളായിരുന്നു മാധവ് ഗാഡ്ഗിൽ. പശ്ചിമഘട്ടത്തിന്റെ ഹൃദയമിടിപ്പറഞ്ഞ ശാസ്ത്രകാരൻ. ഇന്ത്യയിലെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ശാസ്ത്രീയമായ അടിത്തറ നൽകിയ വ്യക്തിയെന്ന നിലയിലാണ് ഗാഡ്ഗിൽ എന്നും ഓർമ്മിക്കപ്പെടുക. പരിസ്ഥിതി സംരക്ഷണം ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുങ്ങാതെ ഗ്രാമസഭകൾ വഴി ജനങ്ങളിലെത്തണമെന്ന് വാദിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഗാഡ്ഗിൽ. 1942 മെയ് 24 മഹാരാഷ്ട്രയിലെ പൂനെയിൽ ജനിച്ച മാധവ് ഗാഡ്ഗിൽ ചെറുപ്പം മുതലേ പ്രകൃതിയോടും ശാസ്ത്രത്തോടും താൽപ്പര്യം കാണിച്ചിരുന്നു. അച്ഛൻ ധനഞ്ജയ് രാമചന്ദ്ര ഗാഡ്ഗിൽ അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനും ആസൂത്രണ കമ്മീഷൻ മുൻ ഉപാധ്യക്ഷനുമായിരുന്നു. പൂനെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദവും മുംബൈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടിയ ശേഷം ഹാർവേഡ് സർവകലാശാലയിൽ നിന്ന് മാത്തമാറ്റിക്കൽ ഇക്കോളജിയിൽ PhD കരസ്ഥമാക്കി. ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാഡ്ഗിൽ ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ അധ്യാപകനായി ചേർന്നു. ഇവിടെ അദ്ദേഹം സ്ഥാപിച്ച സെന്റർ ഫോർ ഇക്കോളജിക്കൽ സയൻസസ് ഇന്നും ഏഷ്യയിലെ ഏറ്റവും മികച്ച പരിസ്ഥിതി ഗവേഷണ കേന്ദ്രങ്ങളിലൊന്നാണ്. മാധവ് ഗാഡ്ഗിലിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിയുടെ അധ്യക്ഷ സ്ഥാനമായിരുന്നു. 2010 കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം അദ്ദേഹത്തെ ഇതിനായി നിയോഗിച്ചത്. സഖ്യനിരകൾ നേരിടുന്ന മുറിവുകൾക്ക് മരുന്നായിട്ടാണ് ഗാഡ്ഗിൽ പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് സമർപ്പിച്ചത്. കേവലം ഒരു ഔദ്യോഗിക രേഖയായിരുന്നില്ല അത്, മറിച്ച് വരും തലമുറയ്ക്കായി നമ്മൾ കരുതി വെക്കേണ്ട പരിസ്ഥിതിയെപ്പറ്റിയുള്ള വിലാപമായിരുന്നു. 2011 അദ്ദേഹം സമർപ്പിച്ച റിപ്പോർട്ട് പശ്ചിമഘട്ടത്തെ പൂർണ്ണമായും പരിസ്ഥിതിലോല മേഖലയായി പ്രഖ്യാപിക്കാൻ ശുപാർശ ചെയ്തു. 2018 മഹാപ്രളയത്തിൽ കേരളം വിറങ്ങലിച്ചു നിന്നപ്പോൾ ഗാഡ്ഗിൽ എന്ന ശാസ്ത്രജ്ഞന്റെ വാക്കുകൾ മലയാളിയുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.